നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 6-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 22-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ശുഭദിനവും ശുഭനക്ഷത്രവുമാണ്. വ്യാഴത്തിനുള്ള പ്രത്യേകത നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ഗുരുവാണ് വ്യാഴം. മഹാഗുരുവായ ബൃഹസ്പതിയാണ് വ്യാഴം. അദ്ദേഹത്തിൻ്റെ ദിവസമാണ്. വ്യാഴം എപ്പോഴും ലക്ഷം ദോഷം ഗുരുഗന്ധി. ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഗുരു വിചാരിച്ചാൽ മാറ്റാൻ പറ്റും. ദൈവത്തിന് പറ്റാത്തത് വരെ ഗുരുവിന് പറ്റുമെന്നാണ്. അത്ര ശക്തനാണ് ഗുരു. ഇപ്പോൾ ഗുരുവിൻ്റെ ദിവസമാണിന്ന്. നല്ല നക്ഷത്രമാണ് രോഹിണി. അപ്പോൾ ഇത് രണ്ടും കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും അനുകൂലപ്രദമായ ദിവസമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങാൻ ഇന്ന് കൊള്ളാവുന്ന ദിവസമാണ്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായിരിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം, ഊഹക്കച്ചവടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ സന്തോഷത്തിന് വഴിതെളിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ അപ്പോൾ ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ ഇറങ്ങണം. കാരണം വിജയിക്കും. എല്ലാം മാറ്റി ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹമുള്ള ദിവസമായതുകൊണ്ട് വ്യാഴത്തിൻ്റെ ഒരു പ്രഭാവം നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് ധൈര്യമായിട്ട് അറച്ചു നിൽക്കാതെ ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഇന്ന് ഞാൻ നല്ല ദിവസമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരിക്ക് 1:30 മണി മുതൽ 3 മണി വരെയാണ് രാഹുകാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കലണ്ടറിലൊക്കെ രാഹുകാല സമയം 2:05 തൊട്ട് 3:34 വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം ഓരോ നമുക്ക് കാര്യങ്ങൾക്ക് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നല്ല. കാരണം എന്താണ്, രാഹു നോക്കിക്കൊണ്ടിരിക്കുന്ന ഉണർന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പ് കൂടി പോയാൽ അദ്ദേഹം ചുറ്റിയിടും. അത് വരാതിരിക്കാൻ വേണ്ടി, സ്റ്റാർട്ടിങ് ട്രബിളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ സമയം അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ ദിവസം നല്ലതാണെങ്കിൽ പോലും ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഗുളികൻ്റെ ഉണർന്നിരിക്കുന്ന സമയം 9:38 തൊട്ട് 11:07 വരെയും യമകണ്ഠ കാല സമയം 6:40 തൊട്ട് 8:09 വരെയും. ഈ സമയം എല്ലാ ദിവസവും ഇവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. ആ സമയത്തിൽ നമ്മൾ കൈ കടത്താതിരിക്കുക. അതുപോലെ ഇന്ന് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. അഭിജിത്തിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എങ്കിലും അഭിജിത്ത് മുഹൂർത്തം 12:12 തൊട്ട് 1 മണി വരെയാണ്. ഇതിനിടയ്ക്ക് ഒരു 4 മിനിറ്റ് നേരം കഴിച്ചാൽ 44 മിനിറ്റ് അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. അപ്പോൾ എല്ലാ പേർക്കും നല്ല ഫലത്തെ ചെയ്യണ ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ വസ്ത്രധാരണം ചെയ്യുമ്പോൾ ഇന്ന് നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. രാവിലെ വീട്ടിൽ നിൽക്കുന്നവരാവട്ടെ, ഓരോ യാത്രയ്ക്ക് പോകുന്നവരാവട്ടെ, പ്രപഞ്ചത്തിൽ വ്യാഴത്തിൻ്റെ പ്രഭാവമുള്ള സമയമാണ്. ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? എനർജി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ കളറ് അല്ലെങ്കിൽ മഞ്ഞ മിക്സായിട്ടുള്ള കളറ്, യെല്ലോ ഷെയ്ഡായിട്ടുള്ള കളറായാലും മതി വസ്ത്രധാരണം ചെയ്യണപ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് ഈ വ്യാഴത്തിൻ്റെ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ നമ്മളിലേക്ക് ആഗിരണം ചെയ്യും, എനർജി സ്വീകരിക്കും. അപ്പോൾ പോകുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കും. നമുക്ക് കുറച്ചുകൂടി ഉണർവും ഉന്മേഷവും സന്തോഷവും സൗഭാഗ്യവും പ്രദാനം ചെയ്തു തരും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.